ഹലോ എല്ലാവർക്കും നമസ്കാരം. വളരെ തിരക്ക് പിടിച്ച് സ്കൂളിൽ നിന്ന് ഇങ്ങോട്ട് വന്നുടനെ തന്നെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയോ? ദിയ കൃഷ്ണയുടെ പ്രസവം. അപ്പം ഇന്ന് ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് ഒന്ന് രണ്ട് വീഡിയോസൊക്കെ എടുത്ത് കണ്ടപ്പം ദിയ കൃഷ്ണ പ്രസവിച്ചു, ആൺകുഞ്ഞാണ്. പ്രസവമൊക്കെ ലൈവായിട്ട് ഒരു വ്ളോഗൊക്കെ ചിത്രീകരിച്ചിട്ടുണ്ട്. സത്യത്തിൽ ആ വ്ളോഗ് ഫുള്ള് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, ദിയ കൃഷ്ണയുടെ വ്ളോഗേ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അതിൻ്റെ ഒന്ന് രണ്ട് ക്ലിപ്പിങ്സ് ഒക്കെ ആൾക്കാരെടുത്ത് പോസ്റ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടു. അതിനടിയിലെ ഒന്ന് രണ്ട് കമൻറ്റുകൾക്കുള്ള മറുപടിയായിട്ട് അപ്പോൾ എനിക്കും തോന്നി ഈ ഒരു കാര്യത്തെപ്പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ കമൻ്റ് എന്ന് പറയുന്നത്, പ്രസവവും വിറ്റ് കാശാക്കി, യൂട്യൂബേഴ്സ് ഫാമിലി പ്രസവം വിറ്റ് കാശാക്കുന്നു, പ്രസവത്തിന് പോലും ഇവർക്കൊരു ഒരു പ്രൈവസി വേണ്ടേ, അങ്ങനെയാണ് അങ്ങനെയൊക്കെ കുറേ കമൻറ്റുകളൊന്നും. അപ്പോൾ എനിക്കതിനെപ്പറ്റി പറയാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് കേട്ടോ. കാരണം ഈ യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്നാണ് ഇവരെയൊക്കെ പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ എന്നോട് തന്നെ പേഴ്സണലി ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പ്രസവിക്കാനൊന്നും പറ്റത്തില്ല, എനിക്ക് പ്രസവിക്കാൻ വേദന എടുക്കാൻ പറ്റത്തില്ല, പിന്നെ കുഞ്ഞു വേണമെന്ന് അതിയായ ആഗ്രഹമുള്ളവർക്ക് സിസേറിയനെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കും. കുറച്ച് ദിവസം മുമ്പേ സിസേറിയൻ ചെയ്തിങ്ങ് എടുക്കാമല്ലോ, എന്നിട്ട് പിന്നെ ഈ പ്രസവ വേദനയൊന്നും അനുഭവിക്കേണ്ട. പിന്നെ ചിലർ പറഞ്ഞിട്ടുണ്ട്, സരോഗസി എങ്ങാനും നോക്കണം, എനിക്കൊന്നും പ്രസവിക്കാനും ഒന്നും പറ്റത്തില്ല, അല്ലെങ്കിൽ സിസേറിയൻ ചെയ്യാനും ഒന്നും അങ്ങനെയൊക്കെയുള്ള ചിന്താഗതികൾ കൂടുന്ന ഈ കാലഘട്ടത്തിൽ ഒരു മദർഹുഡ് റിലേഷനെ സ്ട്രോങ് ആയി നിർത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ദിയ കാണിച്ചതിൽ വളരെ മോശമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഞാൻ അതിൽ വളരെ എന്താ പറയുന്നത്, എൻ്റെ നിലപാടാണ് ഞാൻ പറയുന്നത്, വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതാർഹം ചെയ്യുന്നു ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ കാണിച്ചത്. കാരണം ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് ഇൻഫ്ലുവൻസ് ചെയ്യിക്കുക എന്നല്ലേ. ഇപ്പം ദിയയ്ക്ക് വേണമെങ്കിലും എന്താ പറയുന്നത്, ഇതേപോലെ ഒരു സരോഗസി മദറിനെ വേണമെങ്കിൽ, അവർക്ക് ഒരു കുഞ്ഞ് വേണമെങ്കിൽ എടുക്കാമായിരുന്നു, അല്ലെങ്കിൽ എന്താ പറയുന്നത് സിസേറിയൻ ചെയ്ത് വേണമെങ്കിൽ കുഞ്ഞിനെ പുറത്തെടുക്കാമായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള സാമ്പത്തികമായാലും സാഹചര്യമായാലും മുന്നിലുള്ളപ്പോൾ പോലും ഒരു കുഞ്ഞിനെ പ്രസവിക്കുക എന്ന ഒരു വലിയ മനസ്സ് ഈ ഒരു കാലഘട്ടത്തിലെ പെൺകുട്ടികളിൽ കുറച്ച് പേർക്കെങ്കിലും ഇല്ലാത്തൊരു കാര്യം എന്താ പറയുന്നത്, 10 പേർക്ക് കാണിച്ചു കൊടുക്കുക. ഞാനും 2 കുട്ടികളെ പ്രസവിച്ച അമ്മയാണ്. അപ്പോൾ എൻ്റെ ഒരു പ്രസവം ലൈവായിട്ട് ഇങ്ങനെ എടുക്കുന്നതോ ചെയ്യുന്നതോ അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യമാണ്, ഇഷ്ടമാണ്. പക്ഷേ അത് ചെയ്തതിനെ സ്വാഗതാർഹം ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാന കാര്യം, ഇതൊരു ഇൻഫ്ലുവൻസ് ആണ്. സൊസൈറ്റിയിലൊരു ഭയങ്കരമായിട്ട് ഇത് ഇൻഫ്ലുവൻസ് ചെയ്യും. കാരണം ഇങ്ങനെ പ്രസവം കാണുകയും അല്ലെങ്കിൽ ആ പ്രസവത്തെ, അതായത് അതിൻ്റെ വേദനയും അതിൻ്റെ ബുദ്ധിമുട്ടുകളും കുഞ്ഞായി ഇറങ്ങി വരുന്ന സമയത്തുള്ള ദിയയുടെ എക്സ്പ്രഷനും ഒക്കെ ആ വീഡിയോയിൽ കാണുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ദിയയുടെ വ്ളോഗ് ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ഒന്ന് രണ്ട് കട്ടിങ്സും അതിൻ്റെ കമൻറ്റുകളും മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പം പ്രസവം എന്ന് പറയുന്നത് വളരെ ഈസിയായ ഒരു കാര്യമൊന്നുമല്ല. എന്നിട്ട് ഒന്ന് രണ്ട് കമൻറ്റ് ഞാൻ കണ്ടു, ചുമ്മാതല്ല 10 മാസം കൊണ്ട് നടന്നു പ്രസവിച്ചു എന്നൊക്കെയുള്ള പിന്നെ എന്താ കണക്ക് പറയുന്നത് എന്നൊക്കെ പറഞ്ഞു. അതെ, 10 മാസം കൊണ്ട് നടക്കുന്നത് അത്ര സിമ്പിളായ കാര്യമല്ല. നമ്മൾ ഒറ്റയ്ക്ക് നടക്കുന്നതിനോടൊപ്പം ഒരു കുഞ്ഞിനെയും കൂടെ വയറ്റിൽ ചുമന്നുകൊണ്ട് നടക്കുക എന്ന് പറയുമ്പോൾ, നമ്മൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും കുളിക്കുമ്പോഴും ടോയ്ലറ്റിൽ പോകുമ്പോഴും എല്ലാം ഈ കുഞ്ഞ് നമ്മുടെ വയറ്റിൽ കിടക്കുകയാണ് ചെയ്യുന്നത്. അതത്ര സിമ്പിളായ കാര്യമല്ല. അതേപോലെ അതിങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നതും അത്ര സിമ്പിളായ കാര്യമല്ല. അപ്പം ഇത് കൊണ്ട് നടക്കുന്നത് ഈ പറഞ്ഞതുപോലെ ഒരുപാട് കണക്ക് പറയേണ്ട കാര്യം തന്നെയാണ് കേട്ടോ. അമ്മമാർ ചുമ്മാതെയല്ല ഈ 10 മാസം ചുമന്നതിൻ്റെ കണക്ക് പറയുന്നത്. അതിനകത്ത് ഒരു കോമഡി കമൻറ്റ് ഞാൻ കണ്ടത്, ഒരു കൊട്ടയ്ക്കകത്തോട്ട് കയറി ഇരുന്ന ഇവരെ ഒരു 20 മാസം ചുമന്നാൽ ഈ കണക്ക് പറച്ചിൽ നിർത്തുമോ? നമ്മളൊരു കൊട്ടയ്ക്കകത്തിരുന്ന് 20 മാസം അല്ല 20 വർഷം ചുമന്നാലും ഈ 10 മാസം കൊണ്ട് നമ്മളെ ഇങ്ങ് പുറത്തോട്ട് എത്തിക്കണമല്ലോ. അത് എങ്ങനെയാണ് ആ കുഞ്ഞ് പുറത്തേക്ക് വരുന്നതെന്നുള്ളൊരു പ്രോസസ്സ് അറിയാവുന്ന ഒരാളും തമാശക്കിട്ടൊരു കമൻ്റ് ആയിരിക്കാം. പക്ഷേ എങ്കിൽ പോലും അതൊരു ഭയങ്കര ഒരു കളിയാക്കൽ. ആ ഒരു കളിയാക്കലൊന്നും നിങ്ങളീ പറയുന്ന 20 വർഷവും 20 മാസവും ഒന്നും നടക്കത്തില്ല കേട്ടോ. അപ്പോൾ ദിയയ്ക്ക് കുഞ്ഞിനും എല്ലാവിധ ആശംസകളും നേരുന്നു. അമ്മയും കുഞ്ഞും സുഖമായിരിക്കട്ടെ. അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിനിടയ്ക്ക് പിന്നെ ഇവരെല്ലാവരും കയറി ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് അതിന് പെർമിഷനൊക്കെ ഉണ്ടായിരിക്കും ഹോസ്പിറ്റലിൽ കേട്ടോ. അപ്പം ഒത്തിരി പേര് പറയുന്നു പാവങ്ങൾക്ക് ഇങ്ങനെ പെർമിഷൻ കൊടുക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അത് പാവങ്ങളുടെ ഹോസ്പിറ്റലിലാവില്ല, നല്ല കാശ് കൊടുത്തിട്ടുള്ളവരുടെ ഹോസ്പിറ്റലായിരിക്കും. അപ്പോൾ അതിന് അങ്ങനെ ഒരു പെർമിഷൻ അവർ നേരത്തെ എടുത്തിട്ടുണ്ടായിരിക്കും വീഡിയോ ഒക്കെ എടുക്കാനായിട്ട്. അതും ഇത്രയ്ക്ക് മുകൾ വെച്ച് മുഖം ഫേസ് മാത്രം കാണുന്ന രീതിയിലൊക്കെയാണ് വീഡിയോ എടുത്തിരിക്കുന്നത്. അല്ലാണ്ട് ഫുള്ള് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അവരുടെ ഫാമിലി മൊത്തം ലേബർ റൂമിനകത്തുണ്ട്. ഇപ്പം മിക്ക ഹോസ്പിറ്റലുകളിലും ലേബർ റൂമിലൊക്കെ എല്ലാവരെയും കയറ്റും കേട്ടോ. ഞാനൊക്കെ എൻ്റെ മോനെ പ്രസവിച്ചപ്പോഴും മോളെ പ്രസവിച്ചപ്പോഴും എൻ്റെ ഇക്കായും എൻ്റെ ഫാമിലിയുള്ള എല്ലാവരെയും ഇടയ്ക്കിടയ്ക്ക് എന്നെ കയറ്റി കാണിക്കുകയും, ഞാൻ പിന്നെ ഡെലിവറി ആവുന്ന സമയത്ത് പോലും എൻ്റെ ഇക്ക എൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ 2 കുഞ്ഞുങ്ങളെ പ്രസവിച്ച സമയത്ത് എൻ്റെ അടുത്ത് കയറ്റിയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അതൊക്കെ ഒരു ഹോസ്പിറ്റലിൻ്റെ വിവേചനാധികാരമാണ്. അത് നമുക്ക് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആ ഡോക്ടറെ കാണുന്ന സമയത്ത് തന്നെ നമ്മൾ അതിനുള്ള പെർമിഷൻ അല്ലെങ്കിൽ ചോദിക്കുകയൊക്കെ ചെയ്യണം. ഇതിപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, അകത്തോട്ട് കൊണ്ടുപോകുന്നതാണ് ലേബർ റൂമിൽ, അതിനുശേഷം വരുന്നത് കുഞ്ഞും അമ്മയായിട്ട് പ്രത്യേകമായിരിക്കും അല്ലേ. നമ്മളിതൊന്നും കാണുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വാസ്തവം. പക്ഷേ കാണണം, എല്ലാ ഭർത്താക്കന്മാരും കാണണം, എല്ലാ അച്ഛന്മാരും കാണണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്താ, ഈ കുഞ്ഞിനെ പ്രസവിക്കുന്ന ഒരു അവസ്ഥ അങ്ങനെ അത് നേരിട്ട് കാണുന്ന ഒരച്ഛനും അല്ലെങ്കിൽ ഒരു ഭർത്താവും പിന്നെ ആ ഭാര്യയോട് മോശമായിട്ട് പെരുമാറുകയോ അവളെ ഉപദ്രവിക്കുകയോ അവളോട് മോശം ഒരു വാക്ക് സംസാരിക്കുകയോ ഒന്നും ചെയ്യില്ല. നല്ല മനുഷ്യത്വമുള്ള ആരും അങ്ങനെ ചെയ്യില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതൊക്കെ കാണണം, ഇതൊക്കെ എല്ലാവരും കാണണം കേട്ടോ, നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പം അതിന് ഒരു നെഗറ്റീവായി കാണേണ്ട കാര്യമില്ല. ഇപ്പം ദിയ എന്ന് പറയുന്നത് അവർ ഫുൾ ഫാമിലി വ്ളോഗേഴ്സാണ്, അവരുടെ എല്ലാ കാര്യങ്ങളും അവർ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ പ്രസവം മാത്രം എങ്ങനെയാണ് ഭയങ്കര പ്രൈവസി ആവുന്നത്? പ്രസവം ഭയങ്കര പ്രൈവസി ഒന്നുമല്ല. അതൊക്കെ എല്ലാവരും അതിലൂടെ അറിയേണ്ട കാര്യങ്ങളും അല്ലെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ട കാര്യങ്ങളും, ഒരമ്മയാവുക അല്ലെങ്കിൽ അമ്മയാവുന്ന കാര്യം അതൊരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തെന്ന് വെച്ചിട്ട് അതിനകത്ത് എൻ്റെ നിലപാടാണ് ഞാൻ പറയുന്നത്. അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് അതവർ ചെയ്തതിനകത്ത് ഏറ്റവും നല്ല കാര്യം അത് തന്നെയാണ്. എന്തായാലും ആ ഡെലിവറി അത് പോസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഒരു തെറ്റുമില്ല, അതെൻ്റെ നിലപാടാണ്. ഇനി അടിയിൽ വരുന്ന ഒരു കമൻറ്റിനുള്ള റിപ്ലൈ, എനിക്കുള്ള കമൻറ്റ് ഇങ്ങനെ തന്നെ ആയിരിക്കും. ദിയ എന്ത് തന്നു ഇങ്ങനെ അനുകൂലം പറയാനായിട്ട്? ദിയ എന്തെങ്കിലും തന്നോ? ദിയയുടെ എന്തോ പറയുന്നത്, എന്തോ പറയുമല്ലോ അതിന്, എനിക്കതിൻ്റെ പേരൊന്നും കറക്റ്റ് ഓർമ്മയില്ല. എനിക്ക് ഈ സോഷ്യൽ മീഡിയയിലുള്ള കുറച്ച് ന്യൂജൻ വാക്കുകളോടൊന്നും വലിയ ഇതില്ല. പിന്നെ ദിയയുടെ പ്രൊമോ വർക്ക് ഏറ്റെടുത്തോ എന്നൊക്കെ തുടങ്ങിയുള്ള ചോദ്യങ്ങളൊക്കെ നിരോധിച്ചിരിക്കുന്നു. എനിക്ക് ദിയ കൃഷ്ണയെ യാതൊരു പരിചയവും ഇല്ല, ദയവ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പ്രതികരിക്കണമെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ, ഇത് പറയണമെന്ന് തോന്നിയ കാര്യമായതുകൊണ്ട് പറഞ്ഞു. അത് പിന്നെ അവരെ പരിചയമുണ്ടായിട്ടോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും തന്നിട്ടോ അല്ലെങ്കിൽ ഞാൻ പ്രൊമോ വർക്ക് ചെയ്യുന്നതോ ഒന്നും അല്ല, ദയവായിട്ട് കേട്ടോ. 1-2 തെറ്റിദ്ധാരണകൾ അതിൻ്റെ പേരിലുണ്ട്, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ ഒരു കമൻറ്റ് കണ്ടതുകൊണ്ടാണ്, പ്രസവം വിറ്റ് കാശാക്കുന്നു അല്ലെങ്കിൽ പ്രസവം അതിന് നാണമില്ലേ അങ്ങനെ ഇങ്ങനെ നോക്കുള്ള കമൻറ്റ് കണ്ടത് കൊണ്ട് മാത്രമാണ് ഞാൻ പ്രതികരിച്ചത് കേട്ടോ. പ്രസവം അത്ര ലളിതമല്ല, വളരെ ഒരുപാട് എന്താ പറയുക കടമ്പകളിലൂടെ കടന്നുകൊണ്ടാണ് ഒരു 10 മാസം കൊണ്ട് ഒരു സ്ത്രീ അമ്മയാകുന്നത്. അപ്പോൾ അത് പബ്ലിക്കായിട്ട് എല്ലാവരും അറിയുക ഇങ്ങനെയൊക്കെയാണ് ആകുന്നതെന്നുള്ളത്. അത് എന്തോ ട്രെൻഡിങ് ഒക്കെയാണ് കേട്ടോ ആ വീഡിയോ. പക്ഷേ എല്ലാവരും നെഗറ്റീവൊക്കെ പറയുന്നുണ്ടെങ്കിലും വീഡിയോ ട്രെൻഡിങ് ആണ്. ഓക്കെ, താങ്ക് യു.